എ ഷോക്കിംഗ് ന്യൂസ് അബൌട്ട് മെൻ. കേരളത്തിൽ പുരുഷന്മാരുടെ ആത്മഹത്യ ക്രമാതീതമായിട്ട് ഉയരുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ടി വരുന്നു. കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പങ്കാളിയുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടൽ, ജോലി സമ്മർദ്ദം, മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി ഉപയോഗങ്ങൾ, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, മറ്റ് മാനസിക ബുദ്ധിമുട്ടുകൾ. Have you read that the suicide rate of married men are increasing drastically in Kerala? സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ആത്മഹത്യ ചെയ്യുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാതം 80-20 ആണ്. 80 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ 20 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണിത്. കാരണം സ്ത്രീകൾ വൈകാരികമായി ദുർബലരാണെന്നും പുരുഷന്മാരെല്ലാം കരുത്തരാണെന്നുമുള്ള പ്രസ്താവനയെ അടിമുടി മാറ്റി എഴുതുന്നതാണിത്. സംസ്ഥാനത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യകളുടെ എണ്ണം 2022 8490 ആയിരുന്നു. എന്നാൽ 2023 അത് 10972 ഉയർന്നു. അതിൽ 8811 കേസുകളും പുരുഷന്മാരാണ്. കുടുംബ പ്രശ്നങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയ്ക്ക് പിന്നിലെന്നാണ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം വിവാഹിതരായ പുരുഷന്മാരിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നത്? മസിൽ പവർ ഉള്ളവരെല്ലാം മാനസികമായും കരുത്തരാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. അവർക്കും പറയാൻ ഒരുപാടുണ്ടാകും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വേണ്ട, അവരെ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ളതാണ്.